ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു അംബ്രല്ല ഫ്രോക്കാണ് കട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അംബ്രല്ല ഫ്രോക്കിൽ നെക്കിൽ പൈപ്പിംഗ് ഒക്കെ വെച്ച് തയ്ക്കാനാണ്, സ്ലീവ് ഇല്ലാതെ. അപ്പം അംബ്രല്ല ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഒരു 3-4 വയസ്സുള്ള കുട്ടിക്ക് കണക്കാക്കിയാണ് ഞാൻ ഈ അംബ്രല്ല ഫ്രോക്ക് കട്ട് ചെയ്യുന്നത്. നമുക്കതിൻ്റെ യോക്ക് ഭാഗം ആദ്യം കട്ട് ചെയ്യാം. അപ്പോൾ ഈ തുണിക്ക് വീതി കൂടുതലുള്ള തുണിയാണ്, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യത്തക്ക രീതിയിൽ നമുക്കതിനെ തുണി കട്ട് ചെയ്ത് മാറ്റാവേ. ഒരു 24 ഇഞ്ച് അളവൊക്കെ മതി. അപ്പോൾ നമുക്ക് യോക്കിൻ്റെ ഭാഗം യോക്കിൻ്റെ ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ട് അത്രയും ഭാഗം തുണി കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഈ തുണിയെ നമ്മൾ 4 ആയിട്ട് ഇത്ര പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇതിന് വീതി കൂടുതലുള്ള തുണിയാണ്, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇത്രത്തിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. ആവശ്യമുള്ള വീതി നീളമൊക്കെ നമുക്ക് എടുക്കാം. ഇതിനെ ഞാൻ ഇതുപോലെ 4 ആയിട്ട് മടക്കിയിട്ടു. ഇതാണ്ട 4 പീസ് കൊണ്ട് ഇതിനെ 4 ആയിട്ട് മടക്കിയിട്ടു. ഇനി നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എടുക്കാം. ഇവിടുന്ന് താഴോട്ട് ലെങ്ത് എടുക്കാം. നമുക്ക് ചെറിയൊരു കുട്ടിയുടെ ഒരു അളവാണ് ഞാൻ എടുക്കുന്നത് ഇന്ന്. അപ്പോൾ ഒരു 10 ഇഞ്ച് നമുക്ക് വേണം. അപ്പോൾ 10ൻ്റെ കൂടെ 1.5 ഇഞ്ച് ഞാൻ കൂട്ടിയിടുക തയ്യൽ തുമ്പ്. അപ്പം 11.5 ഇഞ്ച്. യോക്കിൻ്റെ പാർട്ട് ഇത്രയും മതി കേട്ടോ. നമുക്കത് കട്ട് ചെയ്ത് മാറ്റാവേ. ഇത് മതി. ഇതിൽ നമുക്കിനി അളവെടുക്കാം. ചെറിയ കുട്ടിക്കുള്ളതല്ലേ. ഷോൾഡർ 5 ഇഞ്ച് ഷോൾഡർ, ആം ഹോളും 5 ഇഞ്ച്. 5 ഇഞ്ച് ആം ഹോൾ എടുത്തു, 5 ഇഞ്ച് ഷോൾഡർ എടുത്തു. ഇതാ, എന്നിട്ട് കൈക്കുഴി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. പിന്നെ കൈക്കുഴി എടുത്ത് വെട്ടാം. ഫ്രണ്ടിലെ കൈക്കുഴി എടുത്ത് വെട്ടണം. ഇതിൻ്റെ ചെസ്റ്റ് അളവ് നമുക്ക് 6 ഇഞ്ച് നമുക്ക് മതി. 6ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. അപ്പം 7.5 ഇഞ്ച്. ഇനി ഇതിൻ്റെ താഴത്തെ അളവ് ഈ മുകളിലത്തെ അളവിനേക്കാളും കുറച്ച് മതി താഴത്തെ അളവ്. അപ്പം 5.5 ഇഞ്ച് നമുക്ക് ആവശ്യമുള്ളൂ. ചെറിയൊരു ഫ്രോക്കാണ് തയ്ക്കുന്നത്. ഒരു 3-4 വയസ്സുള്ള കുട്ടിക്ക് കണക്കാക്കിയിട്ടുള്ള ചെറിയൊരു ഫ്രോക്ക്. അതിൽ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പെടുത്തു. കഴുത്തകലം നമ്മൾ 2 ഇഞ്ച് എടുത്തേ. 2 ഇഞ്ച് നെക്കിൻ്റെ കഴുത്തകലം 2 ഇഞ്ച് എടുത്തു. ഇനി ഫ്രണ്ട് കഴുത്തോടെ എടുക്കാം. ഫ്രണ്ട് കഴുത്ത് നമ്മൾ എടുക്കുന്നത് 5 ഇഞ്ചാണ്. ബാക്ക് കഴുത്ത് എടുക്കുന്നത് 3.5 ഇഞ്ച്. ഇവിടെ നമ്മൾ 2 ഇഞ്ച് അകലം ഇട്ടു. ഇനി നമുക്കിതൊന്ന് ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ 2 ഇഞ്ച് എടുത്തപ്പോൾ ഇവിടെ ഒരു ശകലം വൈഡായിട്ട് നമ്മൾ 2.5 ഇഞ്ച് എടുത്തു. ഇവിടെ 2.5 ഇഞ്ച് എടുത്തു. അപ്പം നമ്മൾ ബാക്ക് കഴുത്ത് ആദ്യം എടുത്ത് വെട്ടിയിട്ട് ഫ്രണ്ട് പിന്നെ എടുത്ത് വെട്ടും. ഇതാ, ബാക്ക് കഴുത്ത് നമ്മൾ വരച്ചു. അത് കഴിഞ്ഞ് ഫ്രണ്ട് കഴുത്ത് വരച്ചു. ഫ്രണ്ട് നമ്മൾ പിന്നെ എടുത്ത് വെട്ടും, ബാക്ക് ആദ്യം വെട്ടും. മനസ്സിലായോ? ഫുൾ ലെങ്ത് നമ്മൾ 10 ഇഞ്ച് എടുത്തു. 10ൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയെടുത്തു. അപ്പം 11.5 ഇഞ്ച്. ഫുൾ ലെങ്ത് 11.5 ഇഞ്ച്. ഷോൾഡർ 5 ഇഞ്ച്. ആം ഹോള് 5 ഇഞ്ച്. ഇതിൻ്റെ ചെസ്റ്റ് അളവ് 6 ഇഞ്ചാണ് എനിക്ക് ആവശ്യം. അതിനോട് 1.5 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തു. താഴെ നമ്മൾ 5.5 ഇഞ്ച് എടുത്തു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയെടുത്തു. ഇത് 24 ഇഞ്ച് വണ്ണമുള്ളൊരു
ജസ്റ്റ് അളവ് 24 ഇഞ്ച് വണ്ണമുള്ളൊരു കുട്ടിയുടെ അളവാണേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കൈക്കുഴിയാണ് കട്ട് ചെയ്യുന്നത്. ഇതാ കൈക്കുഴി കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഈ ഭാഗവും നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുവേ. ഇവിടെ ഈ ഭാഗവും. എന്നിട്ട് നമ്മൾ ബാക്ക് കഴുത്ത് എടുത്ത് വെട്ടും. ഇതാ ഇതുപോലെ ബാക്ക് കഴുത്ത് വെട്ടും. ഇതാ ഈ ഷോൾഡറിൻ്റെ അവിടെ നമ്മളിവിടെ നിന്ന് ഒരു ചെറിയൊരു ചരിവ് ഇവിടോട്ട് കൊടുക്കും. ഇതാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുത്തു. ഇതാ ഇങ്ങനെ. ഇനി നമ്മൾ ഇതിനെടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി എടുത്ത് വെട്ടണം, ഫ്രണ്ട് കഴുത്തും വെട്ടണം. ഇതാ നമ്മൾ ഫ്രണ്ട് കഴുത്ത് വെട്ടി. ഇനി ഫ്രണ്ടിലെ കൈക്കുഴി നമ്മളൊന്ന് എടുത്ത് വെട്ടും. ദാ ഇങ്ങനെ ഇത്രയൊന്ന് ഇറക്കി വെട്ടിക്കൊടുക്കും. ഇതാ ഫ്രോക്കിൻ്റെ അപ്പം യോക്ക് ഭാഗം നമ്മൾ വെട്ടിയെടുത്തു. ഇതിൽ നമ്മളിനി പൈപ്പിംഗ് വെച്ച് തയ്ക്കുവാണേ. ഒന്ന് ഈ പച്ച അല്ലെങ്കിൽ ഈ കളർ, ഇത് രണ്ടിലേതിലും ഒരു കളർ നമ്മൾ പൈപ്പിംഗ് വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ യോക്ക് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സ്കേർട്ട് ഭാഗം. അത് അംബ്രല്ല കട്ടാണ്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം തുണിയതാ ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ടു. തുണിയെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് ഇതാ ഇങ്ങനെ ഈ ട്രയാങ്കിൾ ഷേപ്പിന് ഇതാ ഇങ്ങനെ ഒന്ന് നമുക്ക് തുണിയെ മടക്കിയിടണം. ഇതാ ഇങ്ങനെ നമ്മൾ മടക്കിയിട്ടു. മടക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച യോക്ക് പീസില്ലേ, യോക്ക് പീസിൻ്റെ വണ്ണം നോക്കണം. യോക്ക് പീസിൻ്റെ വണ്ണം വരുമ്പോഴത്തേന് 7.5 ഇഞ്ച് വണ്ണത്തിലാണ് ഇത്. രണ്ടായിട്ട് മടക്കി ഇടുമ്പം ഇതാ 7.5 ഇഞ്ച് വണ്ണമാണ്. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് അടിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് 7.5 വേണ്ട, 1 ഇഞ്ച് കുറച്ചെടുത്താൽ മതി, 6.5 ഇഞ്ച്. അപ്പം മുകളിൽ നിന്ന് നമുക്കിവിടെ നിന്ന് ഒരു 6.5 ഇഞ്ച് വണ്ണം, ദാ ഈ 6.5 ഇഞ്ച് വണ്ണം നമുക്കൊന്ന് ഇവിടെ അടയാളപ്പെടുത്താം. എന്നിട്ടിത് ഒരു റൗണ്ട് പോലെ വേണമെന്ന്, അംബ്രല്ല അല്ലേ, ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വേണം വരച്ചു കൊടുക്കാൻ 6.5 ഇഞ്ച്. ഇനി താഴോട്ടുള്ള ലെങ്ത് ഞാൻ എടുക്കുന്നത് ഒരു 17.5 ഇഞ്ചാണ്. താഴോട്ടുള്ള ലെങ്ത് ഞാൻ എടുക്കുന്നത് 17.5 ഇഞ്ച്. അത് നമ്മൾ ദാ ഈ വരച്ചിട്ടിരിക്കുന്നതിൻ്റെ ഇങ്ങനെ ദേ ഇതുപോലെ പിടിക്കണം ടേപ്പ്. ദാ ഇങ്ങനെ ഇത് കണ്ടോ, ഈ ടേപ്പ് ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ദാ ഇങ്ങനെ പിടിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഈ 17ൻ്റെ കൂടെ ഇത് മുകളിലോട്ട് എത്ര ഭാഗമുണ്ട്, എത്ര ഇഞ്ച് ഉണ്ടെന്ന് ഇതാ ഇതുപോലെ ഇത് 8 ഇഞ്ചുണ്ട്. 17ൻ്റെ കൂടെ 8 ഇഞ്ച് കൂടെ കൂട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ടേപ്പ് പിടിക്കാം, ടേപ്പ് പിടിച്ചെടുക്കാം. എന്നിട്ട് ഇതിന് ഈ 8 ഇഞ്ച് കുറച്ചാൽ മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ആവശ്യമുള്ളത്ര ഇറക്കമേ ഞാൻ ഇപ്പോൾ പിടിക്കുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് തയ്ച്ച് വരുമ്പോൾ 15 ഇഞ്ച് താഴോട്ട് കിട്ടിയാൽ മതി. അതിനാണ് ഞാൻ 17.5 എടുത്തത്. ഈ മുകളിലും തയ്യൽ തുമ്പ് പോവും, ഇത് താഴത്തെ ഭാഗവും തയ്യൽ തുമ്പ് പോവും. ഇതിന് ടേപ്പ് ദേ ഇതുപോലെ ദേ കറക്കി ദേ നോക്കാം, കറക്റ്റായിട്ട് ദേ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ റൗണ്ട് പോലെ ഇതിനെ കട്ട് ചെയ്തെടുത്തു. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത അംബ്രല്ല ഫ്രോക്കിൻ്റെ സ്കർട്ട് പീസ്. ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച യോക്ക് പീസ് ഇത് കണ്ടോ, ഈ യോക്ക് പീസ് കൂടെ തയ്ച്ച് കണ്ട് ഇവിടെ ഇങ്ങനെ പൈപ്പിങ് വെച്ച് യോക്ക് കഴുത്തും അടിച്ച് ഈ സൈഡ് യോജിപ്പിച്ച് വരുമ്പം ഇതുപോലെ ഇറക്കമുള്ള ഒരു ഫ്രോക്കായിട്ട് കിട്ടും. അപ്പം അംബ്രല്ല ഫ്രോക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലെങ്ത് ഇതാ മുകളിൽ നിന്ന് താഴോട്ടുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കണ്ടേ. ഫുൾ ലെങ്ത് വരുമ്പം 27. നമ്മൾ തയ്ച്ചെല്ലാം വരുമ്പോഴത്തേനും ഒരു 24.5 ഇഞ്ച് കിട്ടും ഇത്. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നാളത്തെ ക്ലാസ്സിൽ, നാളെയല്ല തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിച്ചു തരാം.